ഒന്നുകൂടെ ഇന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ആ സിനിമ ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് എല്ലാ പഴയ സിനിമകൾക്കും ആ വരുന്നുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടത് നമുക്ക് അയാളെ മനസ്സിലാവുന്ന ഇന്റൻഷൻ എന്താന്ന് പോലും ഈ നോബഡിയിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിസൈൻ ആണോ? നമുക്ക് ഒട്ടും പിടിതരാത്ത ഒരാളായിരിക്കും ടുവേർഡ്സ് എൻഡ് വരെ? ഒരിക്കലും അല്ല. അത് രാജു ഓൾറെഡി അതിനുള്ള ഉത്തരം പറഞ്ഞു. എന്താ പറയാ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, പക്ഷെ അധികം ശ്രദ്ധിക്കാത്ത ആളായിരിക്കും. ആൾക്കൂട്ടത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരാളാണ് രാജീവ്. പുള്ളിക്ക് അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതൊന്നുമില്ല. പുള്ളി ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനിൽ എത്തിപ്പോയതാണ് ഈ സിനിമയിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആ സിറ്റുവേഷനിൽ എത്തിപ്പോയിട്ട് പിന്നെ അയാൾ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പോരുന്നു എന്നുള്ളതാണ് പുള്ളിക്ക് ഇഷ്ടം. ആ വളരെ സാധാരണക്കാരനായിട്ട് അധികം അവരുടെ നോട്ടം കിട്ടാതെ ജീവിക്കാനും തന്നെയാണ്. അതിലേക്ക് തിരിച്ചെത്തിപ്പെടുന്നതാണ് ഈ സിനിമ. രാജേട്ടാ, ഈ സമീപകാലത്തായിട്ട് രാജേട്ടന്റെ കുറെ അധികം പഴയ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കലണ്ടറിലായാലും ഹീറോയിലായാലും ഇപ്പോ സ്വപ്നക്കിളിക്കൂട്, പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ്. ഇപ്പൊ ഈ ഇടയിൽ തന്നെ ഞാൻ കുറെ ആയിട്ട് കണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് കാണാറുണ്ടോ? അത് കാണുമ്പോ എന്താണ് തോന്നുന്നത്? ചിലതൊക്കെ കാണാറുണ്ട്, കാണാൻ നല്ല രസം തോന്നാറുണ്ട്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തൊരു സിനിമ ഇപ്പൊ എനിക്ക് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കൊക്കെ ഇപ്പൊ ഞാൻ പണ്ട് ചെയ്തൊരു സിനിമയുടെ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ അതിന്റെ ഷൂട്ടിംഗ് സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മളോ വന്ന് ഇങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ ഷൂട്ട് ചെയ്തത്, അതിന്റെയൊക്കെ ഓർമ്മകളാണ് വരാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് മോർ ഓഫൻ ദാൻ നോട്ട് ഒരു പ്ലസന്റ് മെമ്മറിയാണ്. അപ്പൊ അടുത്തിടയ്ക്ക് കുറെ കുഞ്ഞു സ്വപ്നക്കൂടിലെ കഥാപാത്രത്തിന്റെ കുറെ സീനുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ, അപ്പൊ ചിലതൊക്കെ എനിക്ക് വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുമ്പോൾ എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് പോണ്ടിച്ചേരിയില് ചാക്കോച്ചനും ജയസൂര്യയും ഞാനും ജാസ്മിനും ഭാവനയും എല്ലാരും ഒരുമിച്ച്, വിജീഷും ഒക്കെ ഒരുമിച്ച്, ഹനീഫൊക്കെ കുറെ നാൾ സ്പെൻഡ് ചെയ്ത് ആ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് ഇറ്റ്സ് എ നൈസ് റെക്കോർഡ്, അതേ തോന്നാറുള്ളൂ.